If you want to get out of OCD, you need to be as strong as the disorder. ഞാൻ ബീന. ഞാൻ ഇന്ന് OCD യെ കുറിച്ചാണ് സംസാരിക്കുന്നത്. OCD എന്നത് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു രോഗമല്ല എങ്കിലും അത് നമ്മളെ കുറേ അധികം പീഡിപ്പിക്കുന്നുണ്ട്. അതിന്റെ കുറേ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അമിതവൃത്തിയാണ്, ഒബ്സഷൻ ഓഫ് കണ്ടാമിനേഷൻ. രോഗാണുക്കൾ ശരീരത്തിൽ പിടിച്ച് എന്ന ഭയത്താല് നെഞ്ചെടുപ്പ് കൂടുക, വെപ്രാളം കൂടുക, ശ്വാസം കിട്ടാതെ വരിക, അങ്ങനെ വന്ന ശേഷം ആ ശരീരഭാഗം വീണ്ടും വീണ്ടും കഴുകുക എന്നതാണ്. വൈറസ് ശരീരത്തിൽ പിടിക്കുമെന്ന ഭയത്തില് പബ്ലിക് പ്ലേസസിലോ പബ്ലിക് ഫംഗ്ഷനോ പോകാതെ ഇരിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ശരീരത്തിൽ ഒന്ന് തൊട്ടാൽ എന്തെങ്കിലും അസുഖം വരുമെന്ന ഭയത്തില് അവിടം 7-8 പ്രാവശ്യം കഴുകുന്ന ഒരു ചരിത്രവും ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഓവറായിട്ട് സോപ്പ് ഉപയോഗം കൊണ്ട് ഇവർക്ക് സ്കിൻ ഡിസീസസ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാം. ആദ്യകാലങ്ങളിൽ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് വൃത്തിയുള്ള കുട്ടി എന്നാണ് എല്ലാവരും, വീട്ടുകാരെല്ലാം അവനെ അംഗീകരിക്കും. എന്നാൽ കുട്ടിയായി കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിൽ പോകുമ്പോൾ ഈ കുളിയുടെ ദൈർഘ്യം കൂടും. ആദ്യം 10 മിനിറ്റ് ആയിരുന്നത് അരമണിക്കൂറാകും, 1 മണിക്കൂറാകും, അങ്ങനെ കൂടി 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഒരു OCD ആണെന്ന് മനസ്സിലാവുന്നത്. വേണ്ടാത്ത സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. സുരക്ഷയിലെ ആശങ്ക കാരണം ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന സംശയം, അതിന് വീണ്ടും വീണ്ടും പരിശോധിക്കുന്നു. ഒരു വാചകം എഴുതുമ്പോൾ ആ വാചകത്തിലെ കുറച്ച് വാക്കുകൾ, ഈ വാക്കുകളൊക്കെ ശരിയാണോ എന്ന സംശയം, ഒരു വാക്ക് മറ്റതിനേക്കാൾ വലുതായി പോയോ എന്ന സംശയം, ഇങ്ങനെയുള്ള സംശയങ്ങൾ കാരണം അവയെല്ലാം വെട്ടി വീണ്ടും വീണ്ടും എഴുതുന്നതായിട്ട് കാണാം. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയിൽ ബബിൾസ് കറുപ്പിക്കുമ്പോൾ അത് കറുപ്പിച്ചത് ശരിയായോ എന്ന ഒരു സംശയത്തില് വീണ്ടും വീണ്ടും കറുപ്പിക്കുന്നത്, ഇങ്ങനെ പല ലക്ഷണങ്ങൾ നമുക്ക് കാണാം. റോഡിൽ കൂടി നടക്കുമ്പോൾ പട്ടിയെ കാണുന്നു, അപ്പൊ പട്ടി കടിച്ചോ എന്ന സംശയം. അതുപോലെ തന്നെ പട്ടി അടുത്തുകൂടെ പോയിട്ടില്ലെങ്കിൽ പോലും പട്ടിയുടെ മൂത്രം അങ്ങാനും പറ്റിയോ എന്നതിനാൽ എനിക്ക് പേവിഷബാധ ഏൽക്കുമോ എന്ന ഭയത്തില് പോയി കുത്തിവയ്പ്പെടുക്കുന്നു. കൗമാരക്കാരുടെ ഇടയില് ലൈംഗിക ഒബ്സഷൻസ് ഉണ്ടാകാറുണ്ട്. അതായത് അവരുടെ രക്തബന്ധത്തിൽ അമ്മ, സഹോദരി എന്നിവരുമായിട്ടുള്ള ലൈംഗിക ചിന്തകൾ ഉണ്ടാകുകയും അവർ പിന്നീട് കുറ്റബോധം കാരണം അവർ ആത്മഹത്യാ ശ്രമം നടത്താറുണ്ട്. OCDയുടെ കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ജെനറ്റിക്സ് ആണ്. രണ്ടാമത്തേത് തലച്ചോറിലെ രാസവസ്തുക്കളായ സെറോട്ടോണിൻ പോലെയുള്ളവയുടെ അസന്തുലിതാവസ്ഥയാണ്. മൂന്നാമത്തേത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ചൈൽഡ്ഹുഡ് അബ്യൂസ്, സെക്ഷൽ അസോൾട്ട് എന്നിവ എല്ലാം ഇതിന് കാരണമാകാം. ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയെല്ലാം ഈ OCDക്ക് ഒരു കാരണമായി വരാറുണ്ട്. സാധാരണയായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും ദൈനംദിന കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആളുകൾ ഇത് OCD ആയി മനസ്സിലാക്കുന്നത്. OCD 3 തരം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് നമുക്ക് അതിനെ സൈക്കോതെറാപ്പി കൊണ്ട് തന്നെ പരിഹരിക്കാം. എന്നാൽ സിവിയറോ മോഡറേറ്റോ ആണെങ്കിൽ നമ്മൾ ഒരു മെഡിക്കേഷന്റെ കൂടി ആവശ്യം വരുന്നുണ്ട്. അതിനോടൊപ്പം CBT വളരെ ഫലപ്രദമായാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പി, ERP, എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ നടത്തുക. സാധാരണയായി ഏതിലാണ് ഇവർക്ക് ചിന്തകൾ കൂടുതലുള്ളത്, വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ചെളിയിൽ കയ്യൊന്നാക്കിയിട്ട് കുറച്ചു നേരം അവരെ അങ്ങനെ വെക്കുക. അപ്പോൾ അതിൽ നിന്നും അവർക്ക് വേറെ ഒന്നും സംഭവിക്കുന്നില്ല എന്നവരെ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ കൈ കഴുകുന്നത്, അവർ തുടർച്ചയായി കൈ കഴുകുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം കൈ കഴുകാനുള്ള ജലം കൊടുത്ത ശേഷം കുറച്ചു നേരത്തേക്ക് അവർക്ക് അതിനുള്ള തുടർച്ചയായി കഴുകാനുള്ള ഒരു അവസരം ഇല്ലാതാക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നുമൊക്കെ നമുക്ക് OCD കുറയ്ക്കാനായിട്ട് സാധിച്ചു വരും, കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
OCD വരുമ്പോൾ സ്റ്റിഗ്മ വരാതെ നല്ല ചികിത്സ തേടുക തന്നെ വേണം. കാരണം ശാരീരിക രോഗങ്ങളെ പോലെ തന്നെയാണ് മാനസിക രോഗവും ചികിത്സിച്ച് ഭേദമാക്കാം. OCD നല്ല ചികിത്സ തേടുന്നതിലൂടെ നന്നായി കുറയുകയും നമുക്ക് ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുത്താനും സാധിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.